Welcome all. നമ്മുടെ ഹിസ്റ്ററി PYQ ഡിസ്കഷൻ യൂണിറ്റ് 5 മൂന്നാമത്തെ സെഷൻ ആണിത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, the illustrated copy of Shahnama of the late 16th century Mughal school was prepared at the library of which of the following prince or novel? The late 16th century മുഗൾ സ്കൂളിലെ ഷാനാമ എന്ന് പറയുന്ന ഒരു വർക്കിന്റെ ഇല്ലുസ്ട്രേറ്റഡ് കോപ്പി താഴെ നമുക്ക് തന്നിട്ടുള്ള ഏത് നോബൽ അല്ലെങ്കിൽ പ്രിൻസിന്റെ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. എ പ്രിൻസ് മുറാദ്, ബി പ്രിൻസ് ഖുറാം, സി ഖ്വാജ അബ്ദുൽ മജീദ് അസഫ് ഖാൻ, ഡി അബ്ദുൽ റഹീം ഖാനി ഖനൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അബ്ദുൽ റഹീം ഖാനി ഖനൻ. അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷാനാമ എന്ന് പറയുന്ന ഒരു വർക്കിന്റെ ഇല്ലുസ്ട്രേറ്റഡ് കോപ്പി പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. A literary work that every Mughal cherished was the memoirs of the dynasty's founder. അപ്പോൾ ഡിനാസ്റ്റി ഫൗണ്ടർ ആയിട്ടുള്ള ബാബർ, അദ്ദേഹത്തിന്റെ മെമ്മേഴ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു ലിറ്റററി വർക്കാണ് ഷാനാമ. അതാണ് എല്ലാ മുഗൾസും ഏതൊരു കാലത്തും ചെറിഷ് ചെയ്യുന്ന ഒരു ലിറ്റററി വർക്ക് എന്ന് പറയുന്നത്. ഈ പോയിറ്റ് ഹിംസെൽഫ്, ബാബർ ഹാസ് bequeathed us one of the finest autobiographies ever written, whether by a prince or a pauper. ഇപ്പോൾ ഒരു പ്രിൻസ് ആണെങ്കിലും പോപ്പർ ആണെങ്കിലും ബാബർ ഒരു പോയിറ്റ് ആയിക്കൊണ്ട് അത് എഴുതിയിട്ടുള്ള അതൊരു ഫൈനസ്റ്റ് ഓട്ടോബയോഗ്രഫിയാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. റിട്ടൺ ഇൻ ഹിസ് മദർ ടങ്, അദ്ദേഹത്തിന്റെ മദർ ടങ് ആയിട്ടുള്ള ചെക്തായി തുർക്കിയിലാണ്. The Baburnama was translated at Akbar's request by Abdul Rahim Ghani Ghanan, an eminent and noble courtier, a poet and a great patron of the arts and letters. അപ്പോൾ വളരെ എമിനന്റ് ആയിട്ടുള്ള നോബൽ കോർട്ടിയറും പോയറ്റും ആർട്സ് ആൻഡ് ലെറ്റേഴ്സിന്റെ ഒരു ഗ്രേറ്റ് പാട്രൺ ആയിട്ടുള്ള നോബൽ അബ്ദുൽ റഹീം ഖാനി ഖനൻ, അദ്ദേഹമാണ് അക്ബറിന്റെ റിക്വസ്റ്റ് പ്രകാരം എന്ത് ചെയ്തിട്ടുള്ളത്, ബാബർനാമ എന്ന് പറയുന്ന ആ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആൻഡ് ദിസ് ട്രാൻസ്ലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് കോപ്പി ചെയ്യുകയും ബൗണ്ട് ചെയ്യുകയും ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് 1589 അക്ബറിന് എന്ത് ചെയ്യാണ്, പ്രസന്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. Although several artists were involved in coloring the large number of paintings, all the outlines were done by Mishkin and Baswan. അപ്പോൾ ഒരുപാട് സെവറൽ ആർട്ടിസ്റ്റുകൾ അതിന്റെ കളറിങ്ങിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും ലാർജ് നമ്പർ ഓഫ് പെയിന്റിങ് അതിന്റെ എല്ലാ ഔട്ട്ലൈൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത് മിഷ്കിൻ ആൻഡ് ബസ്വാൻ എന്ന് പറയുന്ന പെയിന്റേഴ്സ് ആയിരുന്നു. ഫോർ ഇൻസ്റ്റൻസ്, while Mishkin did the outline for the picture with flowering oleander, a young Kyara and birds, Baswan was responsible for the coloring. അപ്പോൾ മിഷ്കിൻ ആയിരുന്നു ഒരു ഫ്ലവറിംഗ് ഓളിയാൻഡർ, യങ് ക്യോറ ആൻഡ് ബീഡ്സ് അങ്ങനെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഔട്ട്ലൈൻ ചെയ്തത് മിഷ്കിൻ ആണെങ്കിൽ കളറിംഗ് ചെയ്തിട്ടുള്ളത് ബസ്വാൻ ആയിരുന്നു. മനസ്സിലാക്കി വെക്കാം. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, with regard to education, which of the following statements are correct? എഡ്യൂക്കേഷന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ താഴെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. A. Iltutmish founded the Nasriya Madrasa at Delhi in memory of his son Prince Nasiruddin Mahmud. ഇൽത്തുമിഷ് അദ്ദേഹത്തിന്റെ മകൻ നസിറുദ്ദീൻ മുഹമ്മദിന്റെ മെമ്മറിയിലാണ് ഡൽഹിയിലെ നസ്രിയ മദ്രസ അദ്ദേഹം ഫൗണ്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ബി. റസിയ appointed മിൻഹാജ് സിറാജ് ആസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ. ആൻഡ് റസി എന്ത് ചെയ്യുന്നു, ആ മദ്രസയുടെ പ്രിൻസിപ്പൽ ആയിട്ട് മിൻഹാജ് സിറാജിനെ അപ്പോയിന്റ് ചെയ്തു. സി. The Firozshahi Madrasa was founded by Sultan Firoz Shah Tughlaq on the banks of Yamuna at Ghiyaspur. ഇപ്പോൾ ഗിയാസ്പൂരില് യമുന നദിയുടെ തീരത്ത് ഫിറോസ് ഷാ തുഗ്ലക് ആണ് ഫിറോഷാഹി മദ്രസ എന്ന് പറയുന്ന മദ്രസ ഫൗണ്ട് ചെയ്തത്. ഡി. The aristocracy engaged male and female tutors for their sons and daughters. അതുപോലെ തന്നെ അരിസ്റ്റോക്രസിയിൽ ഇപ്പൊ അവരുടെ മക്കളെയും പെൺമക്കളെയും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് മെയിൽ ആൻഡ് ഫീമെയിൽ ട്യൂട്ടേഴ്സിനെ എൻഗേജ് ചെയ്തിരുന്നതാണ് ഡി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. Choose the correct answer from the options given below. Option A,
A, C and D only. Option B, A, B and D only. Option C, B, C and D only. Option D, A, B and C only. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് അതിലെ എയും ബിയും ഡിയും സ്റ്റേറ്റ്മെന്റ്സുകളുമാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നസീറുദ്ദീൻ ആയിരുന്നു ഇൽത്തുമിഷിന്റെ ഏറ്റവും എൽഡസ്റ്റ് സൺ എന്ന് പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇൻ 1229 നസീറുദ്ദീൻ എന്ത് ചെയ്യാണ്, died quite unexpectedly in Bengal much before Iltutmish. ഇൽത്തുമിഷ് മരിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാണ്, ബംഗാളിൽ വെച്ചിട്ട് ഈ നസീറുദ്ദീൻ അൺഎക്സ്പെക്ടഡ്ലി മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഒരു മെമ്മറിയിൽ ഇൽത്തുമിഷ് എന്ത് ചെയ്യാണ്, നസ്രിയ മദ്രസ ബിൽഡ് ചെയ്യുന്നു. ആൻഡ് റസിയ വാസ് ദ ഡോട്ടർ ഓഫ് ഡൽഹി സുൽത്താൻ. ഇൽത്തുമിഷിന്റെ മകളാണ് റസിയ. 1236 to 1240 റസിയ ആണ് ഡൽഹി ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമുക്കറിയാം റസിയ ഈസ് വെരി നോട്ടബിൾ സബ് കോണ്ടിനെന്റിലെ തന്നെ ഫസ്റ്റ് ഫീമെയിൽ മുസ്ലിം റൂളർ ആണ് റസിയ. ആൻഡ് ഡൽഹിയിലെ തന്നെ ഓൺലി ഫീമെയിൽ മുസ്ലിം റൂളറും കൂടി ആയിരുന്നു. ആൻഡ് ഷീ റിമൈൻസ് ദ ഓൺലി മുസ്ലിം വുമൺ ടു ഹാവ് സാറ്റ് അപ്പോൺ ദ ത്രോൺ ഓഫ് ഡൽഹി എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ആൻഡ് അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിയൻ മിൻഹാജ് സിറാജ് അദ്ദേഹം പറയുന്നുണ്ട്, the sultan considered Razia equal to 20 of his sons in ability. 20 ആമക്കളുടെ ഇനബിലിറ്റിക്ക് പകരം വെക്കാൻ നമുക്ക് കഴിയുന്ന അതിനൊക്കെ അവരുടെയൊക്കെ ഇനബിലിറ്റിയേക്കാളും അതേ പവർഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഇനബിലിറ്റിക്ക് ഈക്വൽ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് റസിയ എന്നുള്ള രീതിയിലാണ് മിൻഹാജ് സിറാജ് റസിയനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഫ്രം ചൈൽഡ്ഹുഡ് ഇൽത്തുമിഷ് ആൻഡ് ഹിസ് ട്രസ്റ്റഡ് സ്ലേവ് മാലിക് യാക്കൂത്ത് the Abyssinian had trained Razia in the art of warfare, horsemanship, diplomacy and administration. അപ്പോൾ ചൈൽഡ്ഹുഡ് മുതൽ തന്നെ ഈ ഇൽത്തുമിഷ് ആണെങ്കിലും ഇൽത്തുമിഷിന്റെ ട്രസ്റ്റഡ് സ്ലേവ് ആയിട്ടുള്ള മാലിക് യാക്കൂത്ത് എന്ന് പറയുന്ന അബീസിനിയൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വാർഫെയർ ആണെങ്കിലും ഹോഴ്സ്മാൻഷിപ്പ് ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ഒക്കെ റസിയനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. therefore മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്തിരുന്നു, അവരുടെയൊക്കെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റസിയ അവരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഫേമസ് ആൻഡ് റീസെന്റ്ലി റെനോവേറ്റഡ് ഹൗസ് ഗാസ് കോംപ്ലെക്സ് ഹാസ് എ വാട്ടർ ടാങ്ക്, എ മോസ്ക്, എ ടോംബ് ഓഫ് ഫിറോസ് ഷാ തുഗ്ലക്ക്, 6 domed pavilions, Madrasa, which is an Islamic school of learning, college and an Islamic cemetery, all built during the reign of Delhi Sultanate in the 13th century AD. അപ്പോൾ നമുക്കറിയാം ഇന്ന് റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഹൗസ് ഗാസ് കോംപ്ലെക്സ് ഉണ്ട്, അതിനൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിനൊരു മോസ്ക് ഉണ്ട്, ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ടോംബ് ഉണ്ട്, 6 ഡോംഡ് ആയിട്ടുള്ള ഒരു പവലിയൻ ഉണ്ട്, അതിനൊരു കോളേജ് ലേണിംഗ് കോളേജ് ഇസ്ലാമിക് സ്കൂൾ ലേണിംഗ് കോളേജ് ആയിട്ടുള്ള മദ്രസയാണ്, ഒരു ഇസ്ലാമിക് സെമിത്തേരി ആണ്. ഇതൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത് 13th century AD ഡൽഹി സൽത്തനത്തിന്റെ ഭരണ സമയത്താണ്. അങ്ങനെ മദ്രസ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഫിറോസ് ഷായാണ്. അതുകൊണ്ടാണ് അത് മദ്രസ ഫിറോസ് ഷാഹി, ഈ കോളേജ് ഓഫ് ഫിറോസ് ഷാ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ദിസ് വാസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ആ എംപറർ തന്നെയായിരുന്നു, അദ്ദേഹം തന്നെയായിരുന്നു ഇത് എൻഡോമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1352 ആൻഡ് ദ മദ്രസ ആൾസോ കൺസിഡർഡ് ഏറ്റവും ലാർജസ്റ്റും ബെസ്റ്റ് എക്യുപ്ഡ് ഇസ്ലാമിക് സെമിനാരി എനിവർ ഇൻ ദ വേൾഡ് ആയിട്ടും ഒക്കെയാണ് ഈ മദ്രസേനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൻഡ് there were 3 main madrasas in Delhi ഫിറോസ് ഷാസ് ടൈം. ഫിറോഷിന്റെ സമയത്ത് ഡൽഹിയിൽ പ്രധാനമായിട്ട് 3 മെയിൻ മദ്രസാസുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു എന്ത്, ഫിറോസ് ഷാഹി മദ്രസ അല്ലെങ്കിൽ ഹൗസ് ഗാസിലുള്ള ഈ ഫിറോസ് ഷാഹി മദ്രസ അദ്ദേഹം ബിൽഡ് ചെയ്തിട്ടുള്ളത്. After the sacking of Baghdad, Delhi became the most important place in the world for Islamic education. ബാഗ്ദാദ് പോയതിനു ശേഷം ഡൽഹി ആയിരുന്നു ലോകത്തിലെ തന്നെ ഇസ്ലാമിക് എഡ്യൂക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയുന്നത്. The village surrounding the madrasa was also called തരാബാബാദ്, സിറ്റി ഓഫ് ജോയ്. ഈ മദ്രസക്ക് സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു വില്ലേജിനെ തരാബാബാദ് അല്ലെങ്കിൽ സിറ്റി ഓഫ് ജോയ് എന്നാണ് വിളിച്ചിരുന്നത്. ആൻഡ് മദ്രസന്റെ ഒരു സ്ട്രക്ചറിനും ഒരു ഇന്നോവേറ്റീവ് ഡിസൈൻ ഉണ്ടായിരുന്നു.
അതൊരു എൽ ഷേപ്പിലായിരുന്നു ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് വൺ കൺവീഷ്യസ് സ്ട്രക്ചർ ഓൺ ദ സൗത്ത് ആൻഡ് ഈസ്റ്റ് എഡ്ജസ് ഓഫ് ദ റിസർവോയർ കോംപ്ലക്സ് എന്ന് മനസ്സിലാക്കി വെക്കാം. Then നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, in regard of token currency issued by Sultan Muhammad Tughlaq, which of the following statements are correct? നമുക്കറിയാം മുഹമ്മദ് തുഗ്ലക് അദ്ദേഹം ഒരു ടോക്കൺ കറൻസി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സുകളാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. എ, according to Barani, the metal used for the token coins was copper. ബറാനി പറയുന്നത് ഈ ഒരു ടോക്കൺ കോയിൻസുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ ആയിരുന്നു എന്നാണ് ബറാനി പറയുന്നത്. ഡി, ഫെരിഷ്ത പറയുന്നത് അത് ബ്രാസ് അല്ലെങ്കിൽ ബ്രോൺസ് ആയിരുന്നു എന്നുള്ളതാണ്. സി, while other coins had only Arabic super inscriptions, the token coin had its legends in Persian also. മറ്റുള്ള കോയിൻസുകളിലൊക്കെ ഇതിന് മുന്നേ വരെ അറബിക്കിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ടോക്കൺ കോയിൻസുകളിൽ പേർഷ്യൻ ലെജൻഡ്സും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഡി, no care was taken to make the legend on the token coins clear and legible. ഈ ടോക്കൺ കോയിൻസിൽ ഉണ്ടായിരുന്ന ലെജൻഡുകൾ ക്ലിയർ ആൻഡ് ലെജിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഡി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. Choose the correct answer from the options given below. നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, സി ആൻഡ് ഡി ഓൺലി. ഓപ്ഷൻ ബി, എ, ബി ആൻഡ് സി ഓൺലി. ഓപ്ഷൻ സി, ബി, സി ആൻഡ് ഡി ഓൺലി. ഓപ്ഷൻ ഡി, സി ആൻഡ് ഡി ഓൺലി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് എ, ബി ആൻഡ് സി ഓൺലി എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. According to Barani, the Sultan Muhammad bin Tughlaq introduced the token currency because the treasury was empty while he needed money to fulfill his schemes of conquest. ബറാനി പറയുന്നത് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അദ്ദേഹത്തിന്റെ കോൺക്വസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പണമില്ലാതെ അല്ലെങ്കിൽ അതിന്റെ അത്തരം കോൺക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മണി വേണം. ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രഷറി എംറ്റി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും കോൺക്വസ്റ്റുകൾ നടത്താൻ മണി ആവശ്യമുള്ളത് ആ ഒരു ആവശ്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ബറാനി പറയുന്നത്. ഇറാൻ ഹാഡ് അറ്റംപ്റ്റഡ് ദിസ് എക്സ്പെരിമെന്റ് ദോ ഇറ്റ് ഫെയിൽഡ്. ഇറാനിലും ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഫെയിലായി. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിലും ഇത്തരം ഈ ഒരു മെഷർ ഈ ഒരു അറ്റംപ്റ്റ് നടത്തുകയും പക്ഷെ സക്സസ്ഫുള്ളി ഇത് മെഷർ സക്സസ്ഫുള്ളി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. Probably the Sultan was inspired to pursue this scheme by examples of these foreign countries. ഈ ഫോറിൻ കൺട്രീസ് ഒക്കെ എങ്ങനെ ചെയ്തതിന്റെ ആ ഒരു എക്സാമ്പിളിലാണ് എന്ത് ചെയ്യുന്നത്, അതിൽ ഇൻസ്പയർ ആയിട്ടാണ് സുൽത്താൻ ഈ ഒരു ടോക്കൺ കറൻസി ഇഷ്യൂ ചെയ്യാന്നുള്ള ഒരു സ്കീം ചെയ്യുന്നത്. ആൻഡ് ഇത് ബറാനിന്റെ ഒരു ഒപ്പീനിയൻ ആണ്. മോഡേൺ ഹിസ്റ്റോറിയൻസ് ഇതിന് മറ്റൊരു റീസണും തരുന്നുണ്ട്. They said that there was worldwide shortage of silver at that time and India too faced its serious shortage. Therefore, the Sultan was forced to issue token currency. അപ്പോൾ മോഡേൺ ഹിസ്റ്റോറിയൻസ് പറയുന്ന റീസൺ മറ്റൊന്നാണ്. ഇവർ പറയുന്നത് ലോകത്ത് ഒട്ടാകെ സിൽവറിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ആ സമയത്ത് ഈ ഒരു ഷോർട്ടേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിനാണ് സുൽത്താൻ ഈ ഒരു ടോക്കൺ കറൻസി ഇഷ്യൂ ചെയ്തത് എന്നാണ് modern historians പറയുന്നത്. And according to Barani, the Sultan issued copper coins while Ferishta says that these were of brass or bronze. അതുപോലെ തന്നെ ബറാനി പറയുന്നത് ഈ സുൽത്താൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് കോപ്പർ കോയിൻസ് ആയിരുന്നു എന്നതാണ്. എങ്കിൽ ഫെരിഷ്ത പറയുന്നു അത് ബ്രാസ് അല്ലെങ്കിൽ ബ്രോൺസ് കോയിൻസ് ആയിരുന്നു എന്നുള്ളതാണ്. പ്രോബബ്ലി ദി സുൽത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് മെറ്റൽസിലും കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ദി സുൽത്താൻ മെയ്ഡ് ദീസ് ടോക്കൺ കോയിൻസ് ലീഗൽ
tenders and kept their value at par with the gold and silver coins. സുൽത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടോക്കൺ കോയിൻസുകൾ ലീഗൽ ടെൻഡേഴ്സ് ആക്കുകയും ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻസിന്റെ വാല്യൂ ആക്കി കെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് പ്രീവിയസ്ലി ദി കോപ്പർ കോയിൻ വാസ് ജിദാൽ ഓർ പൈസ. ഇതിന് മുന്നേ ഈ കോപ്പർ കോയിൻസ് എന്ന് പറയുന്നത് ജിദാൽ അല്ലെങ്കിൽ പൈസ എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നൗ ദി സുൽത്താൻ ഇഷ്യൂഡ് എന്ത് ചെയ്തു, ടങ്ക റുപ്പി എന്ന് പറയുന്ന സിൽവർ കോയിൻസ് ഇഷ്യൂ ചെയ്തു. ഓൾസോ ദാറ്റ് ഓഫ് കോപ്പറും ഇതിന്റെ കൂടെ ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിത്ത് റിഗാർഡ് ടു അഫ്ഗാൻ പോളിറ്റി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അഫ്ഗാൻ പോളിറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സുകൾ താഴെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ, unlike Bahlol, Sikandar Lodi started sitting on a throne. No noble could share the seat with him. ബഹ്ലോൾ ലോധിനെ പോലെയല്ല സിക്കന്ദർ ലോധി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ത്രോണിൽ ഇരിക്കുമായിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ കൂടെ ആ സീറ്റ് ഷെയർ ചെയ്യാൻ ഒരു നോബലിനെയും അദ്ദേഹം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ബി, he still believed in primus inter pares, a first among equals. ആൻഡ് സിക്കന്ദർ ലോധി ഒരുപാട് ആളുകളിൽ, അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈക്വൽ ആയിട്ടുള്ള ആളുകൾക്കിടയിൽ അദ്ദേഹം ഫസ്റ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ അദ്ദേഹം സിക്കന്ദർ ലോധി വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സി, in order to impress the superior position of the Sultan on the minds of the nobles and the people, he laid down elaborate rules for the reception of royal firmans in the distant parts of the kingdoms. And സുൽത്താന്റെ ആ ഒരു സുപ്പീരിയർ പൊസിഷനെ ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് അവിടുത്തെ നോബിൾസിനെയും ജനങ്ങളുടെയും ഇടയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കിങ്ഡത്തിന്റെ ഡിസ്റ്റന്റ് ഭാഗങ്ങളിൽ ഈ ഒരു റോയൽ ഫർമാൻസിന്റെ റിസപ്ഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു എലാബറേറ്റ് റൂൾസ് തന്നെ അദ്ദേഹം ലേ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡി, a highly efficient spy system kept the Sultan informed of all the developments in the kingdom and particularly of the activities of the nobles. And അദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്പൈ സിസ്റ്റം അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്പൈ സിസ്റ്റം അദ്ദേഹത്തിന് കിങ്ഡത്തിൽ നടക്കുന്ന എല്ലാ ഡെവലപ്മെന്റ്സുകളും സുൽത്താന് ഇൻഫോം ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ നോവൽസിന്റെ എല്ലാ ആക്ടിവിറ്റീസുകളും അദ്ദേഹത്തിന് ഇൻഫോം ചെയ്യുമായിരുന്നു. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. Option A, B and D only. Option B, B and D only. Option C, A, C and D only. Option D, B and C only. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, A, C and D only. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിക്കന്ദർ ലോധി ആയിരുന്നു നമ്മുടെ ലോധി ഡിനാസ്റ്റിയിലെ ഏറ്റവും ഏബിളസ്റ്റ്, ഗ്രേറ്റസ്റ്റ് ആൻഡ് സക്സസ്ഫുൾ സുൽത്താൻ എന്ന് പറയുന്നത് സിക്കന്ദർ ലോധി അല്ലെങ്കിൽ നിസാം ഖാൻ. അദ്ദേഹം ലോധി ഡിനാസ്റ്റിയിലെ രണ്ടാമത്തെ റൂളർ ആയിരുന്നു. 1489 to 1517 AD വരെയാണ് അദ്ദേഹം ഡൽഹി ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഫാദർ ബഹ്ലോൾ ലോധിനെയാണ് അദ്ദേഹം സക്സീഡ് ചെയ്തത്. ലോധി ഡിനാസ്റ്റിയിലെ ഏറ്റവും ബെസ്റ്റ് സുൽത്താൻ ആയിട്ടാണ് അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹം 1517 സിക്കന്ദർ ലോധി മരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചൈൽഡ് ഇബ്രാഹിം ലോധിയാണ് അദ്ദേഹത്തിനെ സക്സീഡ് ചെയ്തത്. ഈ സിക്കന്ദർ ലോധിന്റെ ചില മെയിൻ അച്ചീവ്മെന്റ്സുകൾ നമുക്ക് നോക്കാം. He started sitting on the throne and compelled his nobles to show formal respect to him in the Darbar court and outside. അപ്പോൾ ഈ സിക്കന്ദർ ലോധി ത്രോണിൽ ഇരിക്കുമായിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ നോബൽസിന്റെ അടുത്ത് വളരെ ഫോർമൽ ആയിട്ട് കോർട്ടിലും ഔട്ട്സൈഡിലും അദ്ദേഹത്തിന് ഒരു ഫോർമൽ റെസ്പെക്ട് കാണിക്കുന്നതിന് അദ്ദേഹത്തിന്റെ നോബൽസിനെ അദ്ദേഹം നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. ആൻഡ് അദ്ദേഹം nobles, he framed certain rules which were observed by all his nobles and governors. അദ്ദേഹത്തിന്റെ എല്ലാ നോബലുകൾക്കും ഗവർണർമാർക്കും ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില certain റൂൾസും അദ്ദേഹം ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. The governors were ordered to receive Sultan's firmans, the orders 6 miles ahead of their capital. And ഇപ്പോൾ ഓരോ കിങ്ഡത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഈ ഗവർണർമാർക്കൊക്കെ
എന്ത് ചെയ്യായിരുന്നു, ഈ സുൽത്താന്റെ ഫർമാൻസ് അല്ലെങ്കിൽ ഓർഡറുകൾ എന്ത് ചെയ്യാൻ റിസീവ് ചെയ്യുന്നതിനൊക്കെ ഗവർണർമാരെ ഓർഡർ ചെയ്യായിരുന്നു. He asked all his governors and officers to submit their accounts of their income and expenditure. And എല്ലാ ഗവർണേഴ്സും ഓഫീസേഴ്സും അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്തെ റീജിയണിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ അക്കൗണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യണം. അത് ചെയ്യാത്ത ആളുകളെ പണിഷ് ചെയ്യുമായിരുന്നു. അങ്ങനെ the governor of Jaunpur was punished on this very account and compelled to pay the embezzled money. ഇത്തരത്തിൽ ജോൺപൂർ ഗവർണർ ഒരിക്കൽ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പണിഷ് ചെയ്യുകയും വലിയൊരു തുക അടക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്പൈ സിസ്റ്റം, അതാണ് എസ്പിയോണേജ് സിസ്റ്റം അദ്ദേഹം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. And he posted spies and informers at every important place including the houses of his nobles. അപ്പോൾ അദ്ദേഹം എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസിൽ, ഈവൻ അദ്ദേഹത്തിന്റെ നോബിൾസിന്റെ വീടുകളിൽ വരെ അദ്ദേഹം സ്പൈസ് ആൻഡ് ഇൻഫോമേഴ്സിനെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന എവറിത്തിങ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വെൽ ഇൻഫോംഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്പൈ സിസ്റ്റത്തിലൂടെ. ആൻഡ് ഹിസ് ഓൺ towards that the people believed the sultan എന്ത് ചെയ്യായിരുന്നു, ഇവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട് എന്നാണ് ആളുകൾ എന്ത് ചെയ്തിരുന്നത്, വിശ്വസിച്ചിരുന്നത് എന്നുള്ളതാണ്. And Sikandar Lodi has been accepted as the greatest Lodi Sultan. And അദ്ദേഹം ഒരു ലോ ആൻഡ് ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ബ്രീവും ഡോൺലെസ് ആയിട്ടുള്ള ഒരു ജനറൽ ആയിരുന്നു. ആൻഡ് അദ്ദേഹം അഗ്രികൾച്ചർ എൻകറേജ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ഇക്കണോമിക് പ്രോസ്പെരിറ്റിയും ഉണ്ടായിരുന്നു. ആൻഡ് ഒരു കിങ്ങിന്റെ ആ ഒരു ഗ്ലോറി ആൻഡ് പവർ അദ്ദേഹം എൻഹാൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇംപാർഷ്യൽ ആയിട്ട് ജസ്റ്റിസ് എന്ത് ചെയ്തിരുന്നു, എല്ലാവർക്കും നൽകിയിരുന്നു. ആൻഡ് ഇൻകം ത്തിൻ്റെയൊക്കെ എല്ലാ പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട്സുകൾ എല്ലാ ഗവർണേഴ്സും ഓഫീസേഴ്സും സബ്മിറ്റ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു ഗ്രേറ്റ് സ്കോളർ ആയിരുന്നു. ലേണിംഗിൽ ഒക്കെ പാട്രണൈസ് ചെയ്തിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു അദ്ദേഹം. And he extended his support to the educated and translated works of Sanskrit into Persian. പല സംസ്കൃത വർക്കുകളും പേർഷ്യയിലോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സിക്കന്ദർ ലോധി always conducted himself with a great decorum, being formal even in his personal conversation. ഈ സിക്കന്ദർ ലോധി എപ്പോഴും അദ്ദേഹം ഒരു ഗ്രേറ്റ് ഡെക്കോറം അദ്ദേഹം കണ്ടക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കോൺവെർസേഷനുകളിൽ പോലും അദ്ദേഹം വളരെ ഫോർമൽ ആയിട്ടായിരുന്നു നിന്നിരുന്നത്. ആൻഡ് ഹി ഡിമാൻഡഡ് ദാറ്റ് all courtiers also observe formal etiquette in his presence at all times. And അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉള്ള എല്ലാ സമയങ്ങളിലും ആ കോർട്ടിലുള്ള എല്ലാ ആളുകളും ആ ഒരു ഫോർമൽ എറ്റിക്വറ്റ് ഒബ്സർവ് ചെയ്യുന്നതിന് അദ്ദേഹം ഡിമാൻഡ് ചെയ്തിരുന്നു. And his father Bahlol had always held informal court and was a self-proclaimed primus inter pares, first among equals. ഇദ്ദേഹത്തിന്റെ ഫാദർ ആണെങ്കിൽ ബഹ്ലോൽ ലോധി, അദ്ദേഹം നേരെ ഒപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹം കോർട്ടിലേക്ക് വളരെ ഇൻഫോർമൽ ആയിട്ട് നിന്നിരുന്ന ഒരാളായിരുന്നു. ആൻഡ് സെൽഫ് പ്രൊക്ലൈമഡ് പ്രിമസ് ഇന്റർ പെയേഴ്സ്, അതായത് ദ ഫസ്റ്റ് എമംഗ് ഈക്വൽ, ഈക്വൽ ആയിട്ടുള്ള ആളുകളിൽ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് പ്രൊക്ലൈംഡ് ആയിട്ടുള്ള ആളായിരുന്നു ബഹ്ലോൽ ലോധി, അദ്ദേഹത്തിന്റെ ഫാദർ. And Sikandar's court stood on the other end of the spectrum of sovereignty, was devoid of any semblance or mention of equality between sultan and nobles. എന്നിരുന്ന സിക്കന്ദർ ലോധിന്റെ കോർട്ട് അത്തരത്തിലെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു കോർട്ടില് സുൽത്താനും നോബൽസും തമ്മിൽ ഒരു ഇക്വാലിറ്റീനെ കുറിച്ചോ ഒരു ഇക്വാലിറ്റിയോ കാര്യങ്ങളോ അത്തരത്തിലുള്ള ഒരു മെൻഷനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. The Sultan was placed at a far higher place than any courtier could even aspire to reach. ആ കോർട്ടിലുള്ള ഏതൊരാൾക്കും എത്താൻ അല്ലെങ്കിൽ അവർക്ക് ആർക്കും റീച്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അവരെക്കാളൊക്കെ വളരെ ദൂരെയുള്ള ഒരു ഹയർ പ്ലേസിലാണ് സിക്കന്ദർ ലോധി ആ ഒരു കോർട്ടിൽ സുൽത്താനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കി വെക്കാം. Then നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which one of the following was not a revenue free land grant? താഴെ നമുക്ക് പല ഗ്രാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഒരു റവന്യൂ ഫ്രീ ലാൻഡ് ഗ്രാൻഡ് അല്ലാത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. എ സുയർഗാൽ, ബി അൽത്താങ്ക ജാഗിർ, സി മദാദി മാഷ്, ഡി
പുണ്യ ഉദകം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അൽത്താങ്ക ജാഗർ ആണ്. ഇതിലൊരു റവന്യൂ ഫ്രീലാൻഡ് ഗ്രാൻഡ് അല്ലാത്തത് അൽത്താങ്ക ജാഗർ എന്ന് പറയുന്നതാണ്. എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബിലോ ദ സുബ ലെവൽ, ഈ ഒരു സുബ ലെവലിന് താഴെ ഇൻ റവന്യൂ സിസ്റ്റം സുയുർഗൽ terms was used for the grants of revenue in charity. അപ്പോ ഈ ഒരു സുബ ലെവൽ ഉണ്ടല്ലോ, ഈ സുബ ലെവലിന് താഴെ ഈ റവന്യൂ സിസ്റ്റം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചാരിറ്റി ആയിട്ട് കൊടുത്ത അല്ലെങ്കിൽ സുയുർഗൽ terms was used for the grants of revenue in charity. ചാരിറ്റി ആയിട്ട് ഈ ഒരു റവന്യൂ ഗ്രാൻഡ് കൊടുത്തിരുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടേം ആയിരുന്നു സുയർഗൽ എന്ന് പറയുന്ന ഒരു ടേം. ഐനി അക്ബരി മെൻഷൻസ് അബൌട്ട് സുയർഗൽ. ഈ സുയർഗലിനെ കുറിച്ച് ഐനി അക്ബരിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇൻ ദ മുഗൾ പീരീഡ് സുയർഗൽ ഗ്രാൻഡ്സ് വെയർ ഗിവൺ ടു ദ മെൻ ഓഫ് ലേണിംഗ്, സൂഫീസ്, the needy and others who depended on the state for their survival. ഈ മുഗൾ പീരീഡിൽ ഈ സുയർഗൽ ഗ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നീഡി ആയിട്ടുള്ള സൂഫീസുകൾ പഠിക്കുന്ന ഇത്തരം ആളുകൾക്ക് കൊടുത്തിരുന്ന ഒരു ഗ്രാൻഡ് ആയിരുന്നു സുയർഗൽ ഗ്രാൻഡ് എന്ന് പറയുന്നത്. And these grants accounted for a fair share of government expenditure. And ഈ ഗ്രാൻഡുകൾ ഗവൺമെന്റിന്റെ ഒരു എക്സ്പെൻഡിച്ചർ ആയിട്ട് തന്നെയായിരുന്നു കണക്കാക്കിയിരുന്നത്. Abul Fazl in the Aini Akbari gave an elaborate description of the 4 categories of people on whom the Suyargal was conferred. And Abul Fazl Aini Akbariയിൽ ഈ സുയർഗൽ കൊടുത്തിരുന്ന 4 കാറ്റഗറീസ് ഓഫ് ആളുകളെ കുറിച്ചുള്ള ഒരു എലാബറേറ്റ് ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. And he also makes a distinction between the allowances paid in cash and lands conferred. അതുപോലെ തന്നെ ഈ അലവൻസസുകൾ ക്യാഷ് ആയിട്ട് കൊടുത്തിരുന്നു, അതിനെ വസീഫ എന്ന് പറയും. ഈ ലാൻഡുകൾ അല്ലാത്ത രീതിയിലും, അതായത് ലാൻഡ്സ് ആയിട്ടും കൊടുത്തിരുന്നു ഈ അലവൻസസുകൾ. അതിനെ മിൽക്ക് ഓർ മദാദി മാഷ് എന്ന് പറഞ്ഞിരുന്നത്. Then such stipends and grants were placed under the supervision of Sadr, who was assisted by other officers for discharging his duties efficiently. ഇത്തരത്തിലുള്ള സ്റ്റൈപ്പൻഡുകളും ഗ്രാൻഡും കാര്യങ്ങളൊക്കെ സദറിന്റെ ഒരു സൂപ്പർവിഷനിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് വേറെയും ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, കാരണം ഈ ഡ്യൂട്ടീസ് ഒക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. In addition to the zemindars, there was a large class of religious divines and learned men who in return for their services were granted tracts of land for their maintenance. ഈ ജമീന്ദാർസ് കൂടാതെ വേറെയും ഒരു ലാർജ് ക്ലാസ് ഓഫ് റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ആൻഡ് ലേർണഡ് മെൻ ഉണ്ടായിരുന്നു. ഇവർ ചെയ്യുന്ന സർവീസസുകൾക്ക് പകരമായിട്ട് ഇത്തരത്തിൽ അവരുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ലാൻഡും കാര്യങ്ങളാണ് ഗ്രാൻഡ് ആയിട്ട് കൊടുത്തിരുന്നത്. അത്തരം ഗ്രാൻഡ്സുകളെയാണ് മിൽക്ക് ഓഫ് മദാദി മാഷ് എന്ന് മുഗൾ ടെർമിനോളജി പ്രകാരം വിളിക്കുന്നത്. ആൻഡ് രാജസ്ഥാനിലത് ഷസൻ എന്ന് വിളിച്ചിരുന്നു. Although these grants were to be renewed by every ruler, they often became hereditary in practice. അപ്പോൾ ഈ ഒരു ഗ്രാൻഡുകൾ ഇപ്പോൾ ഓരോ റൂളേഴ്സ് വരുമ്പോൾ ഈ ഗ്രാൻഡ്സുകളിൽ ഒരു റിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഓഫൻ ഈ ഒരു പ്രാക്ടീസ് ഒരു ഹെറിഡിറ്ററി പ്രാക്ടീസ് ആയിട്ട് നിലനിന്നിരുന്നു. And many of the grandees held official positions such as that of Ghazi, etc. And ഈ ഗ്രാൻഡുകൾ ലഭിച്ചിരുന്ന ഗ്രാൻഡീസുകളൊക്കെ തന്നെയും കോർട്ടിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് ഗാസി പോലെയുള്ള പൊസിഷൻസുകളൊക്കെ അലങ്കരിച്ച ആളുകൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. Hence they had both a rural and an urban phase. ഇവർക്കൊക്കെ ഒരു റൂറൽ ആൻഡ് അർബൻ ഫേസും ഉണ്ടായിരുന്നു. Writers, historians, hakims, etc. were also often drawn from this section. It is a personal gift in punya to a saintly person by a royal person, while udak means tenure.
ഇനി പുണ്യ എന്ന് പറയുന്ന ഒരു ടേമിന്റെ അർത്ഥം പേഴ്സണൽ ഗിഫ്റ്റ് എന്നാണ്. അതായത് ഒരു റോയൽ ആയിട്ടുള്ള ഒരാള് സെയിൻലി ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്ന പേഴ്സണൽ ഗിഫ്റ്റിനെയാണ് പുണ്യ എന്ന് പറയുക. ഉദക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെന്യൂർ ആണ് അതിന്റെ അർത്ഥം. Therefore, it is a revenue free tenure grant given to a saintly person. അപ്പോൾ പുണ്യ ഉദക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെയിൻലി ആയിട്ടുള്ള ആൾക്ക് ഒരു റവന്യൂ ഫ്രീ ആയിട്ടുള്ള ഒരു ടെന്യൂർ ഗ്രാൻഡിനെയാണ് പുണ്യ ഉദക് എന്ന് പറയുന്നത്. ഈ അൽത്താങ്ക എന്ന് പറയുന്നത് ഒരു ജാഗീറിന്റെ ഒരു ഫോമാണ്. ഇത് ജഹാംഗീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ജാഗീറാണ് അൽത്താങ്ക ജാഗീർ എന്ന് പറയുന്നത്. അൽത്താങ്ക ജാഗീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോൺ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ഫോർ ലൈഫ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നാച്ചുറലി ഇറ്റ് വാസ് വെരി സ്പെയറിംഗ്ലി ഗ്രാൻഡഡ് ആൻഡ് അതുകൊണ്ട് തന്നെ അത് വളരെ സ്പെയർ ആയിട്ട് ഗ്രാൻഡ് ചെയ്യാറുള്ളൂ. But as the Mughal Empire decayed, the Altanga grants not only became commoner but began to be converted into hereditary properties. പക്ഷെ ഈ മുഗൾ എംപയർ ഡിക്ലൈൻഡ് ആയതിനു ശേഷം ഈ അൽത്താങ്ക ഗ്രാൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ ആവാന്ന് മാത്രമല്ല മറിച്ച് അതൊരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടീസ് ആയിട്ട് ആളുകൾ കൺവേർട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. In Awadh, we can trace the fortunes of one particular Altanga grandeur in special detail owing to the richness of surviving documentary material. ഇനി നമ്മൾ ഈ പല ടൈപ്പ് ഓഫ് ജാഗിർസുകളുണ്ട്. ഈ ജാഗിർസുകൾ നമുക്ക് നോക്കാം. There were generally 4 types of revenue assignments. Jagirs which were given in lieu of pay were known as Jagir Tanga. അപ്പോൾ പ്രധാനമായിട്ടും ഈ റവന്യൂ അസൈൻമെന്റ്സുകൾ 4 ടൈപ്പ് ഓഫ് ജാഗിർസുകളാണ് ഉള്ളത്. ജാഗിർസ് which were given in lieu of pay were known as Jagir Tanga. ഒരാൾ ജോലി ചെയ്തിട്ട് നമ്മൾ ശമ്പളം കൊടുക്കുമല്ലോ, അവർക്ക് അതിനെ പേ ചെയ്യുന്നതിന് പകരം കൊടുക്കുന്ന ജാഗിറുകളെയാണ് ജാഗിർ തങ്ക എന്ന് പറയുന്നത്. ഇനി ജാഗിർസ് given to a person on certain conditions were called മഷ്റൂത്ത് ജാഗിർസ്. ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ പുറകെ ഒരാൾക്ക് കൊടുക്കുന്ന ജാഗിർസുകളെയാണ് നമ്മൾ മഷ്റൂത്ത് ജാഗിർസ് എന്ന് പറയുന്നത്. Jagirs which involved no obligation of service and were independent of rank were called inam ജാഗിർസുകൾ. ഇപ്പോ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യേണ്ട ഒരു ഒബ്ലിഗേഷൻ ഒന്നും ഇല്ലാതെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു റാങ്ക് കൊടുക്കുന്ന തരം ജാഗിറുകളെയാണ് ഇനാം ജാഗിർസ് എന്ന് പറയുന്നത്. ഇനി ജാഗിർസ് which were assigned to zamindars in their homelands were called വത്താൻ ജാഗിർസ്. ഇപ്പൊ ജമീന്ദാറുകൾ അല്ലെങ്കിൽ ചീഫ് ടെൻസിന് അവരുടെ ഹോം ലാൻഡിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ജാഗിറുകളെയാണ് വത്താൻ ജാഗിർസ് എന്ന് പറയുന്നത്. Under Jahangir, some Muslim nobles were given jagirs resembling to Vatan Jagir called Altanga Jagir. ഇനി ജഹാംഗീർ ഭരിച്ച സമയത്ത് ചില മുസ്ലിം നോബൽസുകൾക്ക് ഈ വത്താൻ ജാഗിർ പോലെ ഉള്ള ഒരു ജാഗിർസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ജാഗിറിനെയാണ് അൽത്താങ്ക ജാഗിർ എന്ന് പറയുന്നത്. The Jagirdar was allowed to collect only authorized revenue in accordance with the imperial regulations. ഈ ജാഗിർദാറുകൾക്ക് എന്ത് ചെയ്യാം, ഇമ്പീരിയൽ റെഗുലേഷൻസ് പ്രകാരം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു റവന്യൂ മാത്രം കളക്ട് ചെയ്യാനാണ് അനുവദിച്ചിട്ടുള്ളത്. And he employed his own officials like Amil Guzar, Fatedar, Treasurer, etc. ഈ ജാഗിർദാറുകൾക്ക് എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഒഫീഷ്യൽസുകളുണ്ട്. അതാണ് ഒന്ന് അമൽ ഗുസാർ എന്ന് പറയും, ഫത്തേദാർ, ട്രഷറർ എക്സെട്ര. അദ്ദേഹത്തിന്റെ ബിഹാഫിൽ വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ചില ഒഫീഷ്യൽസുകൾ ഉണ്ടായിരുന്നു. അതാണ് അമിലും ഫത്തേദാറും. The imperial officials kept watch on the Jagirdars. And ഈ imperial ആയിട്ടുള്ള ഒഫീഷ്യൽസുകളൊക്കെ എപ്പോഴും ഈ ജാഗിർദാർസിന്റെ മുകളിൽ ഒരു കണ്ണുണ്ടാകും. And the divan of the Suba was supposed to prevent the oppression on the peasants by the Jagirdars. And ഈ സുബയിലുള്ള ദിവാനുകൾ എന്ത് ചെയ്യണം, ഈ ജാഗിർദാർസുകൾ ഇപ്പൊ പെസൻസിന്റെ മുകളിൽ എന്തെങ്കിലും ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അത്തരം അക്രമങ്ങളും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആളായിരുന്നു സുബയിൽ ഉണ്ടായിരുന്ന ദിവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5 മറ്റ് PYQs നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.